ഹായ് ഫ്രണ്ട്സ്, ഇത് നല്ലൊരു മട്ടൻ ഗ്രേവി തയ്യാറാക്കാം. അതിനായി ആദ്യമായി ഓയിൽ ഒഴിക്കുക, പിന്നീട് കുറച്ച് കരിവേപ്പില ചേർക്കുക. ആദ്യം തന്നെ കരിവേപ്പില ഇട്ടാൽ കരിവേപ്പിലേൻ്റെ ഫ്ലേവർ കൂടുതലായിട്ട് കിട്ടും. പിന്നീട് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, മല്ലിയില ഇതെല്ലാം കൂടി ഇതിലോട്ടേക്ക് ചേർക്കാം. ഇത് നല്ലപോലെ വഴറ്റിയതിന് ശേഷം ഒരു 6 സവാള നേരിയതായി അരിഞ്ഞത് ഇതിലോട്ടേക്ക് ചേർക്കാം. ഇതെല്ലാം കൂടി നല്ലപോലെ വഴറ്റി കുറച്ച് ഉപ്പ് ചേർക്കുവാണെങ്കിൽ സവാളയൊക്കെ വേഗം മൂത്ത് വരും. എല്ലാം നല്ലപോലെ വാടിയതിന് ശേഷം കുറച്ച് തക്കാളി ചേർക്കാവുന്നതാണ്. ഇത് ചെറിയ ടൊമാറ്റോ ആയത് കാരണം ഭയങ്കര പുളിയാണ്, അതുകൊണ്ട് ഇത്ര ചേർത്താൽ മതി. പിന്നീട് കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടൺ ഇതിലോട്ടേക്ക് ചേർക്കാം. ഇതിൽ മല്ലിപ്പൊടി, മുളക് പൊടി, പെപ്പർ പൊടി, സ്പൈസസ് എല്ലാ മസാലകളും ഇതിൽ ചേർത്തത് കാരണം പിന്നീട് മസാലകളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഒരു കുറച്ച് പെപ്പർ പൊടിയും കൂടി ഇതിലോട്ടേക്ക് ചേർക്കാവുന്നതാണ്. അതും നല്ലപോലെ ഒന്ന് ഇളക്കി എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചിട്ട് പിന്നീട് കുറച്ച് കരിവേപ്പിലയും ചേർക്കും. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് എല്ലാം ഇളക്കി അടച്ച് വെച്ച് ഒരു 2 മിനിറ്റ് വേവിക്കാവുന്നതാണ്. പിന്നീട് ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് അതിലോട്ടേക്ക് കുറച്ച് കരിവേപ്പിലയും ഉള്ളിയും പിന്നെ കുറച്ച് തേങ്ങാക്കൊത്തും കൂടി ഇട്ട് അത് നല്ലപോലെ ഒന്ന് മൂത്ത് വരുന്നത് വരെ വഴറ്റുക. അതിനുശേഷം അത് ഈ മട്ടൺ ഗ്രേവിയിലോട്ടേക്ക് ചേർക്കാവുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വാങ്ങാവുന്ന നേരത്ത് കുറച്ച് ചെറുനാരങ്ങയുടെ നീര് പിഴിഞ്ഞിട്ട് ചേർക്കാവുന്നതാണ്. എന്നിട്ട് വീണ്ടും എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് മിക്സ് ചെയ്ത് വയ്ക്കുക. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ.